ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ കൊല്ലം ഒരുങ്ങുകയാണ്. ആശ്രമം മൈതാനത്തെ പ്രധാന വേദിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണിപ്പോൾ. കലാമാമകത്തിന് കൊല്ലം ഒരുങ്ങിത്തുടങ്ങി. 60,000 ചതുരശ്ര അടിയിൽ 12,000 പേർക്ക് ഇരിക്കാവുന്ന വിധമാണ് പ്രധാന വേദി ആശ്രമം മൈതാനത്ത് തയ്യാറാകുന്നത്. കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ സംഘാടക സമിതിയുടെ ഓഫീസ് നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു. ഒരേ സമയം 3,000 പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വിധമാണ് 2,500 ചതുരശ്ര അടിയുള്ള ഊട്ടുപുര ഒരുങ്ങുന്നത്. ഇത്തവണയും രുചിക്കൂട്ട് തയ്യാറാക്കുന്നത് പഴിയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ്. കൊല്ലത്തെത്തിയ പഴിയിടം മോഹനൻ നമ്പൂതിരി പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. വിവിധ സ്കൂളുകളിലെ സ്റ്റേജുകളുടെ അറ്റകുറ്റപ്പണികളും ജില്ലയിൽ പുരോഗമിക്കുകയാണ്. കർട്ടനുകൾ ഇടാൻ വേണ്ടിയുള്ള അധിക സൗകര്യമാണ് ഇനി ഒരുക്കാനുള്ളത്. ഇത് ഏതാണ്ട് 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായ പന്തലാണ് മേളയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. ഏതാണ്ട് 1,600 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രത്യേക സ്റ്റേജ് ഇതിനോട് അനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പണി ഏകദേശം 2 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാനും ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയും പ്രതീക്ഷിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടി പാലിച്ചാണ് സ്റ്റേജുകൾ നിർമ്മിക്കുക. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണ് പന്തലുകളുടെ നിർമ്മാണം. കൗമാര പ്രതിഭകളുടെ കലാവൈഭവത്തിന് ദേശിംഗനാട് ഒരുങ്ങുകയാണ്. കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.